ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ APJ അബ്ദുൽ കലാം സാറ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ഇത് എല്ലാവർക്കും അറിയാം, എന്നാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ റിസ്കുകൾ ഉണ്ടാവും, അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവണം. മാത്രമല്ല, പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടാൻ പഠിക്കണം. ഇത് പറയാൻ കാരണം, നമ്മുടെ ലക്ഷ്യങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വഴിയിൽ ഒരുപാട് മുള്ളുകൾ ഉള്ളതായിട്ട് സങ്കല്പിക്കുക. എന്നാൽ റിസ്കുകൾ ഏറ്റെടുക്കാനും തന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനും പഠിച്ച ഒരാള് ആ മുള്ളു മാറ്റിക്കൊണ്ട് നടത്തം തുടരും. എന്നാൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടാൻ പഠിച്ചില്ലെങ്കിൽ തിരിച്ചു പോയേക്കാം. ഏതൊരു പ്രയാസത്തെയും തരണം ചെയ്ത് ഗോൾസ് അച്ചീവ് ചെയ്താൽ അത് നമുക്കൊരു പ്രത്യേക സുഖമുണ്ട്, മാധുര്യമുണ്ട്, സന്തോഷമുണ്ട്. ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. അതിൽ നിന്ന് ഒന്നും തന്നെ പിന്മാറാതെ ഞാനിത് നേടിയെടുക്കും, എന്നെ കൊണ്ട് ഇതിന് പറ്റും എന്നൊരു ചിന്ത ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ടൈമിൽ നമ്മൾ വഴിയിലുള്ള മുള്ളുകൾ പോലുള്ള ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഇതിനെയൊന്നും മെയിൻ ചെയ്യാതിരിക്കുക. സ്വന്തം ഇഷ്ടപ്രകാരം പ്രതിസന്ധികളെ കീഴടക്കാൻ നോക്കുക. മാത്രമല്ല, നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഓരോ പ്രതിസന്ധികളും ഓരോ പ്രയാസങ്ങളിലും നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ചിന്തകളെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വിജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ അത് നേടി കാണിച്ചു കൊടുക്കുക. നമ്മൾ മടി കാട്ടുകയാണെങ്കിൽ ദിവസവും ഇങ്ങനെ ചിന്തിക്കുക, എനിക്കൊരു ഗോൾസ് ഉണ്ട്, അത് അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ വൈകി കഴിഞ്ഞു. എന്റെ സന്തോഷങ്ങളിൽ പങ്കുചേർന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഞാൻ തോറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. അവർക്ക് മുന്നിൽ ഞാൻ ആരാണെന്നും എന്നെ കൊണ്ട് എന്തിനെല്ലാം സാധിക്കുമെന്നും കാണിച്ചു കൊടുക്കണം. എന്റെ വിജയപാതയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടതായി വന്നേക്കാം. പക്ഷെ ഇതിൽ നിന്നൊന്നും ഞാൻ പിന്മാറുകയില്ല. മാത്രമല്ല, എന്റെ ലക്ഷ്യം വിജയം മാത്രമാണ്. അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇതിൽ നിന്ന് എന്നെ ആരും പിന്തിരിപ്പിച്ചാലും ഞാനത് നേടുക തന്നെ ചെയ്യും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടായിരിക്കുക. ചിന്തിച്ചാൽ മാത്രം പോരാ, നമ്മളിതെല്ലാം ജീവിതത്തിൽ ഉപയോഗിക്കുക. ഈ ഒരു ഉറച്ച വിശ്വാസം എന്നും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സഞ്ചാരത്തിൽ പരാജയം ഇടക്ക് കയറി വന്നേക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ഒപ്പം കൊണ്ടു നടക്കേണ്ട ഒന്നാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹാർഡ് വർക്കും. ഇതെല്ലാം ഉള്ളിലുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് നിങ്ങളെ വേഗത്തിൽ വിജയത്തിലേക്ക് ആഞ്ഞെത്തിക്കും. പ്രയാസപ്പെടുന്ന സമയത്ത് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഓരോ പരാജയങ്ങളും നമുക്കൊരു പാഠമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ പരാജയം എന്നത് നമ്മെ സങ്കടപ്പെടുത്താനോ തോൽപ്പിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്. അതിനെ വളർത്തിയെടുക്കാനും ഹാർഡ് വർക്ക് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ഗൈസ്, യു ലേൺ മോർ ഫ്രം ഫെയിലിയർ ദാൻ ഫ്രം സക്സസ്. താങ്ക് യു ഫോർ വാച്ചിങ്.